24-ാം തീയതി രാത്രി നമുക്ക് ഒരു പരാതി ലഭിച്ചിരുന്നു. ആ പരാതി പ്രകാരം ഇവിടെ ഒരു വീട്ടിൽ മന്ന സ്വദേശി ഒരു അഷ്റഫ് അദ്ദേഹത്തിൻ്റെ പരാതി പ്രകാരം ഒരു 25-ാം തീയതി പുലർച്ചെ രാവിലെ 1:30 മണിക്ക് ഞങ്ങൾ ഒരു FIR രജിസ്റ്റർ ചെയ്തു. FIRന്റെ ചുരുക്കം പ്രകാരം ഈ പരാതിക്കാരി 19-ാം തീയതി കുടുംബ സമേതം മധുരൈ ഒരു കല്യാണത്തിൽ പോയി. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നത് 24-ാം തീയതിയാണ്. വൈകിട്ട് വന്നപ്പോൾ കണ്ടത് വീട്ടിൽ ഒരു ക്ലോസറ്റ് ലോക്കർ പൊട്ടിച്ചിട്ട് അതിൽ വെച്ചിട്ടുള്ള 1 crore 1 കോടി രൂപ, പിന്നെ അദ്ദേഹത്തിൻ്റെ പരാതി പ്രകാരം 300 പൗണ്ട് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിരുന്നു. വീടിൻ്റെ പുറകിലുള്ള ജനൽ പൊട്ടിച്ചിട്ട് ഈ പ്രതി ഈ FIRന്റെ അക്യൂസേഷൻ പ്രകാരമാണ് മോഷണം നടത്തിയത്. ഞങ്ങൾ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്തു. FIR രജിസ്റ്റർ ചെയ്തിട്ട് സീൻ ഗാർഡ് വെച്ചു. പിറ്റേ ദിവസം ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്ട്, ഡോഗ് സ്ക്വാഡ് അടക്കം ഒരു പ്രത്യേകം അന്വേഷണം ടീം സീൻ പരിശോധിച്ചു. ACP കണ്ണൂർ രത്നകുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 20 മെമ്പേഴ്സ് ഒരു അന്വേഷണം സംഘം രൂപീകരിച്ചു. ഈ അന്വേഷണം സംഘമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 4 IPSHO വലപട്ടണം ശ്രീ സുമേഷ്, IPSHO ചക്രക്കൽ ശ്രീ ആസാദ്, IPSHO മയിൽ ശ്രീ സഞ്ജയ്, IPSHO കണ്ണൂർ സിറ്റി ശ്രീ സനൽകുമാർ, അതുപോലെ തന്നെ നമ്മുടെ വലപട്ടണം പോലീസ് സ്റ്റേഷനിൻ്റെ SI ശ്രീ വിപിൻ, SI ശ്രീ ഉണ്ണികൃഷ്ണൻ, SI ശ്രീ രാജീവൻ, കണ്ണൂർ ക്രൈം സ്ക്വാഡ്, കണ്ണൂർ സിറ്റി ക്രൈം സ്ക്വാഡ്, അതുപോലെ തന്നെ കണ്ണൂർ റൂറൽ ജില്ലയുടെ സ്ക്വാഡിൻ്റെ 4 പേർ കൂടി ഈ അന്വേഷണം ടീമിൻ്റെ ഭാഗമായിട്ട് വളരെ വിശദമായിട്ട് അന്വേഷണം നടത്തിയത്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഏകദേശം 115 CDRകൾ വെരിഫൈ ചെയ്തു. പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ട്രാക്ക് ബേസിൽ CDR എടുത്തിട്ട് അതിൻ്റെ അനാലിസിസ് എല്ലാം നടത്തി. ഏകദേശം 100ഓളം CCTV ക്യാമറകൾ ഫുട്ടേജ് സംഘടിപ്പിച്ചിട്ട് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു 24/7 ബേസിസിൽ വെരിഫിക്കേഷൻ നടത്തി. 76 ആളുകളുടെ ഫിംഗർ പ്രിൻ്റ് എടുത്തിട്ട് വെരിഫൈ ചെയ്തു. ഏകദേശം 67 മോഡസ് ഓപ്പറാൻഡി ഉള്ള ക്രിമിനലുകളുടെ ബാക്ക്ഗ്രൗണ്ട്, പ്രസൻറ്റ് സ്റ്റേറ്റസ്, ലൊക്കേഷൻ അടക്കം വെരിഫൈ ചെയ്തു. 215 ആളുകൾക്ക് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തു. വിറ്റ്നസ് ഇല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ആളുകൾ ഞങ്ങൾ അത് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നോക്കി പരിശോധിച്ചു, വെരിഫൈ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ അന്വേഷണം സംഘം കോഴിക്കോട് മുതൽ മാംഗ്ലൂർ വരെ ഉള്ള പ്രത്യേകം റെയിൽവേ ലൈനിൻ്റെ അടുക്കമുള്ള ടവർ ഡംപ് പ്രത്യേകം ശേഖരിച്ചു, അതിൻ്റെ അനാലിസിസ് നടത്തി. അത് ഒരു വലിയ കാര്യമാണ്. കാരണം കോഴിക്കോട് ടു മാംഗ്ലൂർ ഒരു വലിയ ഡിസ്റ്റൻസ് ആണ്. ഈ എല്ലാം ടവർ ഡംപ് ഞങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു, അതിൻ്റെ അനാലിസിസ് നടത്തി. അതുപോലെ തന്നെ കുറേ ലോഡ്ജുകൾ ഞങ്ങൾ സെർച്ച് ചെയ്തു. ഏകദേശം 35 ലോഡ്ജുകൾ ഞങ്ങൾ സെർച്ച് ചെയ്തു. രജിസ്റ്റർ അടക്കം എല്ലാം വെരിഫൈ ചെയ്തു. പഴയ CCTV ഫുട്ടേജുകൾ ഞങ്ങൾ ശേഖരിച്ചു. കാരണം നമുക്ക് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സംശയമുണ്ടായിരുന്നു. പഴയ കേസുകളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആൾ ഇതിലും ഇൻവോൾവ് ഉണ്ടാവണം, ഇതിൽ ഒരു സംശയമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പഴയ CCTV ഫുട്ടേജുകൾ, പഴയ അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള കേസുകളുടെ CCTV ഫുട്ടേജ് അത് ശേഖരിച്ചിട്ട് അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് മാച്ച് ചെയ്തിട്ട് അതും പരിശോധന ചെയ്തിട്ട് നോക്കി.